ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇതാ നമ്മൾ ചീര അരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചീര വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. ചീരത്തോരൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചീരത്തോരൻ ഇപ്പോൾ ആർക്കും അറിയാത്തത്? എല്ലാ വീട്ടിലും തയ്യാറാക്കുന്നതല്ലേ ഈ ചീരത്തോരൻ. പക്ഷെ പലരും പല രീതിയിലായിരിക്കും ചീരത്തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചീരത്തോരൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ. ഇത് ഞാനൊരു ദിവസം എന്താ പറയുക, എനിക്ക് തോന്നിയൊരു ഐഡിയ വെച്ച് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഇത് വേറെ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ ഇത് തയ്യാറാക്കുന്നുണ്ടാവും ഇതുപോലെ. പക്ഷേ അറിയാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വേറെ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കണേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോ, അതായത് ചീരത്തോരൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇത് നമ്മളെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ഇപ്പോൾ നമ്മൾ ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു വലിയൊരു ബൗളിലേക്ക് നമ്മൾ ചീരത്തോരൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ചീര ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കേട്ടോ ചീര അരിയാനായിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ അരിഞ്ഞതിന് ശേഷം നമ്മളൊരു വലിയ ബൗളിലേക്ക് ഇങ്ങനെ മാറ്റുക. എന്നിട്ട് അതിലേക്ക് നാളികേരം ചിരകിയത്, അത് എത്ര നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, ബിക്കോസ് എൻ്റെ ആൾക്ക് അത്ര അധികം നാളികേരം ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവോള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞതും, അതേപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞതും, വെളുത്തുള്ളി അരിഞ്ഞതും. ഈ 4 കൂട്ടമാണ് കേട്ടോ നമ്മളിപ്പം ചേർക്കാൻ പോകുന്നത്. സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ അതുകൊണ്ട് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമ്മൾ അപ്പോൾ അതൊക്കെ ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കടുക് താളിക്കുമ്പോൾ അപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കുക, ബിക്കോസ് നമ്മളിപ്പോൾ ഈ കാണുന്ന ക്വാണ്ടിറ്റി ചീര കാണുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നും അരിഞ്ഞു വരുമ്പോൾ, അല്ലേ? പക്ഷെ അത് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് ചുരുങ്ങും, ഇല്ലേ? വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര ഉപ്പിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇങ്ങനെ തിരുമ്മി, അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിരുമ്മാന്ന് പറയും, നന്നായി തിരുമ്മി കൊടുക്കുക, യോജിപ്പിച്ച് കൊടുക്കുക, നന്നായിട്ട് യോജിപ്പിക്കുക. ആ ചീരയും നാളികേരവും സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഇതിന് മുന്നേ ഞാൻ ഇട്ടിരുന്ന ചീരത്തോരൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡായിരുന്നു. അത് നമ്മൾ ഈ ഇഞ്ചി പച്ചമുളക് സവാള അങ്ങനെയുള്ള സംഭവമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇത് ഞാനൊരു ദിവസം വെറുതെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയതാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോലും വേറെ ഒന്നുമില്ല, നമ്മളൊരു കടുക് താളിച്ച് അങ്ങോട്ട് ചേർക്കുക, അത്രേ ഉള്ളൂ എൻ്റെ പരിപാടി. അപ്പോൾ നമ്മളൊരു കടായി വെക്കുക. കടായി വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് താളിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചീര ചേർക്കുന്ന കൂട്ടത്തിലാണ് കറിവേപ്പില ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കടുക് താളിച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ്. അത് 2-3 വറ്റൽമുളക് ചേർത്തൊന്ന് പൊട്ടിക്കുക. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി എന്താ പറയുക, നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതൊരു ചീര എന്ന് പറഞ്ഞ ഇലയാണല്ലേ, അപ്പോൾ അധികം കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ 1-2 മിനിറ്റ് നമ്മളൊന്ന് പാത്രം അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2-3 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. വെള്ളം ഇറങ്ങി വന്ന് അതൊക്കെ നന്നായിട്ട് വറ്റിച്ച് പാത്രം തുറന്നതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ചീരത്തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ച് എരിവിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി പിന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാ പാത്രമൊക്കെ തുറന്നു. അപ്പോൾ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഇളക്കി നമ്മളത് വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി, ഞാൻ എരിവ് എനിക്ക് ഇത്തിരി കുറവ് പോലെ തോന്നി. പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടി എരിവ് കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മൾ ഇതിലെല്ലാം എന്താ പറയുക, ചീരയിൽ ഇങ്ങനെ നമ്മൾ നാളികേരം, സവോള, ഇഞ്ചി, പച്ചമുളക് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ നാളികേരത്തിൽ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നാളികേരമൊക്കെ മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഈ ചീരയിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അതായത് ഒന്ന് ചതച്ചെടുത്തിട്ടതിന് ശേഷം നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇതുപോലെ കടുക് പൊട്ടിച്ചിട്ട് ഈ ചതച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് ചീര പിന്നെ ചേർത്ത് അങ്ങനെയും ചെയ്യാം. അത് ഞാൻ പറഞ്ഞില്ല, പല രീതിയിൽ നമുക്ക് ചീരത്തോരൻ തയ്യാറാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വെർഷൻ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.